കോഴിക്കോട് ഏലത്തൂരിലെ യുവതിയുടെ മരണം ആസൂത്രിതമായ കൊലപാതകമെന്നാണ് പോലീസ് പറയുന്നത്. കേസുമായി ബന്ധപ്പെട്ട് യുവതിയുടെ ആൺ സുഹൃത്തായ വൈശാഖിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആത്മഹത്യ ചെയ്യുമെന്ന് വിശ്വസിപ്പിച്ച് വിളിച്ചു വരുത്തിയ ശേഷം വൈശാഖൻ യുവതിയെ കൊലപ്പെടുത്തുകയായിരുന്നു. ഇരുവരുടെയും ബന്ധം വീട്ടുകാർ അറിയുമെന്ന ഭയമാണ് ഈ കൊലപാതകത്തിന് കാരണമെന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. രമ്യദാസ് വിവരങ്ങളുമായി ചേരുകയാണ്. രമ്യ, ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്ന മറ്റ് വിശദാംശങ്ങളൊക്കെ പറയും. ഗൗതം, കഴിഞ്ഞ ദിവസമാണ് ഈ എലത്തൂരിലെ ഒരു ഇൻഡസ്ട്രിയിൽ യുവതിയെ കൊല്ലപ്പെട്ട രീതിയിൽ മരിച്ച നിലയിൽ, അതായത് തൂങ്ങി മരിച്ച നിലയിൽ കാണുന്നത്. ഈ വിഷയത്തിലാണ് ഇപ്പോൾ യുവതിയുടെ ആൺ സുഹൃത്തായിട്ടുള്ള വൈശാഖനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കാരണം ഈ കുറേ വർഷങ്ങളായി തന്നെ ഈ യുവതിയും വൈശാഖനും തമ്മിൽ അടുപ്പത്തിലായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അത്തരത്തിൽ യുവതി ഈ വൈശാഖനോട് തന്നെ വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ വിവാഹിതനായ യുവാവ് ഈ വിഷയം, അതായത് ഈ യുവതിയുമായിട്ടുള്ള ബന്ധം വീട്ടിലറിയുമോ, തൻ്റെ ഭാര്യ അറിയുമോ എന്ന ഭയത്തെ തുടർന്ന് യുവതിയെ കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതായത് ഒരുമിച്ച് ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരുമിച്ച് മരിക്കാമെന്ന് പറഞ്ഞ് യുവതിയെ വൈശാഖൻ ജോലി ചെയ്യുന്ന ഇൻഡസ്ട്രിയിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. തുടർന്ന് ഒരുമിച്ച് തൂങ്ങി മരിക്കാമെന്ന് പറഞ്ഞതിന് ശേഷം ഇരുവരും കഴുത്തിൽ കയറിടുന്നു. അങ്ങനെ യുവതി കഴുത്തിൽ കയറിട്ട ഉടനെ യുവതി കയറി നിന്ന സ്റ്റൂള് വൈശാഖൻ തട്ടി മാറ്റുകയായിരുന്നു. അങ്ങനെയാണ് യുവതി കഴുത്തിൽ കുരുങ്ങി മരിക്കുന്നത്. തുടർന്ന് യുവാവ് ഭാര്യയെ വിളിച്ചു വരുത്തി, വൈശാഖൻ സ്വന്തം ഭാര്യയെ വിളിച്ചു വരുത്തി ഇത്തരത്തിൽ യുവതി ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞതിന് ശേഷം ആശുപത്രിയിലേക്ക് ഇരുവരും തമ്മിൽ എത്തിക്കുന്നു. തുടർന്നാണ് ഈ വിവരം പോലീസിൽ അറിയിക്കുന്നത്. ഈ സമയം തന്നെ പോലീസിന്റെ കൃത്യമായ ഇടപെടലാണ് ഇത്തരത്തിൽ ഈ വൈശാഖനെ പോലീസ് പിടിയിലാവാനുള്ള കാരണം ഉണ്ടാകുന്നത്. കാരണം ഈ വൈശാഖൻ ഈ യുവതിയുമായി ഹോസ്പിറ്റലിൽ എത്തിയ ഉടനെ തന്നെ ഈ പോലീസ് ഇൻഡസ്ട്രി സീൽ ചെയ്യുകയായിരുന്നു. അത്തരത്തിൽ CCTV ദൃശ്യങ്ങൾ കൂടി കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇത്തരത്തിൽ യുവതിയുടെ മരണത്തിന് വൈശാഖനാണ് കാരണക്കാരെന്ന് പോലീസ് കണ്ടെത്തുന്നത്. ഇത് കൃത്യമായി തന്നെ എലത്തൂർ പോലീസിന്റെ CIയുടെ നടപടി തന്നെയായിരുന്നു ഇത്തരത്തിൽ വൈശാഖനെ കൊടുക്കാനുള്ള ഈ ഒരു ശ്രമത്തിലേക്ക് നീങ്ങുന്നത്. നിലവിൽ ഇപ്പോൾ എലത്തൂർ പോലീസിന്റെ കസ്റ്റഡിയിലാണ് വൈശാഖനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ നടത്തിവരികയാണ്. എന്തായാലും എലത്തൂരിലെ യുവതിയുടെ കൊലപാതകത്തിന്റെ ചുരുളാണ് അഴിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. ബന്ധം വീട്ടിൽ അറിയുമെന്ന ഭയത്തെ തുടർന്ന് യുവതിയെ അയാൾ കൊലപ്പെടുത്തി എന്നുള്ളതാണ്.